ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ്, മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് ആണ്. അമേരിക്കയ്ക്ക് ചരിത്രത്തിൽ ഇതുപോലെ നാണക്കേട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതാണ് നമുക്ക് ആദ്യമേ പറയാനുള്ളത്. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരു മൈലേജ് അത് ചെറുതല്ല. അതേസമയം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിൽ കിടന്ന് നാറുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അമേരിക്ക പോലത്തെ ഒരു ഗ്ലോബൽ പവർ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് മറ്റൊരു രാജ്യത്തിനും യുദ്ധം നടത്താൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഞാൻ 2 ആഴ്ചത്തേക്ക് യുദ്ധം നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാതെ ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അത് കോപ്പി ചെയ്ത് ഷഹബാസ് ഷെരീഫിന് കൊടുക്കുക. അയാളും ഇതെടുത്ത് അതേപോലെ അങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫാക്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ ശരിക്കും സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇതുവരെ തുറന്നിട്ടില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഞങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ആണ്, പക്ഷേ അത് ചില തൽപര കക്ഷികൾക്ക് ഓപ്പൺ ആണ്. അല്ലാതെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാ ഷിപ്പുകൾക്കും അത് ഓപ്പൺ അല്ല എന്നുള്ളത് തുറന്ന് പറയുകയാണ് ഇറാൻ. എന്നിട്ട് അവർ റൂട്ട് സെറ്റ് ചെയ്യാണ്. അവർ റൂട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ. ഞങ്ങൾ ഈ പച്ചവര കാണിച്ചിരിക്കുന്ന അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷിപ്പിന് ക്ലിയറൻസ് കിട്ടും. അല്ലാതെ നിങ്ങൾ ഇതിലേക്ക് ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് പൊക്കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ബോംബ് പൊട്ടി നിങ്ങളുടെ കപ്പൽ കത്തി നശിക്കും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ പോലത്തെ ഇത്ര ശക്തമായിട്ടുള്ള രാജ്യം ഇറാന്റെ ഉള്ളിൽ വേണ്ട, ഇറാന്റെ തീരപ്രദേശത്ത് പോലും നിങ്ങൾക്ക് കൺട്രോൾ എടുക്കാൻ പറ്റുന്നില്ല. ഈ മൈനുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പിറക്കി മാറ്റിയിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന് ഏത് വഴി കൂടെയും പോകാം എന്നുള്ള ആ ഒരു ചെറിയ ഡിസിഷൻ പോലും എടുത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിങ്ങൾ ഇറാന്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ അങ്ങനെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇവർ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ നോക്കൂ. ഇതാ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഞാനിത് രാവിലെ മുതലേ കാത്തിരിക്കുകയാണ് ഈ ഇസ്ലാമാബാദിൽ നടക്കുന്ന ഈ ചർച്ചയുടെ ഡെവലപ്മെന്റ്സ് എന്താണ്. കാരണം നമ്മൾ വാർത്തകളൊക്കെ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് തന്നതാണ്, നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത് കിട്ടാനുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത്. ആ സാഹചര്യത്തിൽ ഇന്നലെ മാർക്ക് റുട്ടെ വൈറ്റ് ഹൗസ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ വെച്ചിട്ട് ട്രംപ് പറഞ്ഞത്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ട്രൂപ്സിനെ അയക്കുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ചായയും കാപ്പിയൊക്കെ കിട്ടും, നീ കുടിച്ചിട്ട് ഉടൻ തന്നെ സ്ഥലം വിട്ടോന്നാണ് പറഞ്ഞത് മാർക്ക് റുട്ടെ എടുത്ത്. മാർക്ക് റുട്ടെ ഉടനെ തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായിട്ട് ചർച്ച നടത്തിയിട്ട് 2-3 TV ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്ത് പുള്ളിക്കാരൻ പൊടിയും തട്ടി അവിടെ നിന്ന് പോയി. TV ചാനലിൽ പുള്ളിക്കാരൻ പറഞ്ഞത്, ഞങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യും, സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ എന്തായാലും കീർ സ്റ്റാർമർ ഇന്ന് നിലപാട് മാറ്റിയിട്ടുണ്ട്. കീർ സ്റ്റാർമർ അറിയാമല്ലോ, യുകെയുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ നിലപാട് മാറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങളും വരും എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. ഒരു മാർക്ക് റുട്ടയുടെ റീസെന്റ് വൈറ്റ് ഹൗസ് സന്ദർശനം, അതിനെ തുടർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നിലപാട് മാറ്റിയിട്ടുണ്ട്. നിലപാട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഇറാൻ ചുങ്കം പിരിക്കുന്നു എന്നുള്ള തീരുമാനം ആയി കഴിഞ്ഞു. അതെന്തായാലും IRGC എന്ന് പറഞ്ഞ ഒരു റെജീം ഇറാനിൽ തുടരുന്നിടത്തോളം കാലം ഈ തീരുമാനത്തിൽ ഇനി മാറ്റം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം അവർക്ക് ഇതൊരു വരുമാന മാർഗം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അവർ ഇതൊരു അവസരമായി കണക്കാക്കിക്കൊണ്ട് അവര് പിരിവ് തുടങ്ങാൻ തീരുമാനിച്ചു. ചില രാജ്യങ്ങൾ, അത് ഇന്ത്യ പോലത്തെ ചില രാജ്യങ്ങൾ, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ പരമാവധി രാജ്യങ്ങൾ, കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഈ എണ്ണക്കച്ചവടം ആയിക്കോട്ടെ എല്ലാ ഷിപ്പുകളും അതിലേക്ക് കടന്നു പോകുന്നത്. അപ്പൊ ഇനി സൗദി അറേബ്യ ഉൾപ്പെടെ, UAE ഉൾപ്പെടെ, ഖത്തർ ഉൾപ്പെടെ, ബഹ്റൈൻ, കുവൈറ്റ്, അപ്പുറത്ത് ഇറാഖ്, ഇവരെല്ലാം തന്നെ ചുങ്കം കൊടുത്തിട്ട് കടന്നു പോകേണ്ട സാഹചര്യമാണ്. അപ്പൊ ഇവരുടെ അടുത്ത് ചരക്ക് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു അധിക ബാധ്യതയായിട്ട് വരികയാണ്. ഈ അധിക ബാധ്യത ആര് പേ ചെയ്യും? ഇപ്പൊ ഇൻഷുറൻസ് കമ്പനികളാണെന്നുണ്ടെങ്കിൽ കട്ട വെയിറ്റിംഗ് ആണ്, അവരാരും തയ്യാറല്ല ഇൻഷുറൻസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്, സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ആണെന്ന് അറിയിച്ചിട്ടും അതിലെ കടന്നു പോകാൻ വിസമ്മതിച്ച് അവിടെ തന്നെ കിടക്കുകയാണ്. കാരണം എന്താണ്? ഇവർ വരച്ചു കൊടുത്ത റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ഇവരവിടെ ഭീഷണിപ്പെടുത്തി ചുങ്കം പിരിക്കുന്നു. ഈ പിരിവിനുള്ള പൈസയൊക്കെ കൊടുക്കണ്ടേ ഇനി? അപ്പൊ ഇതൊക്കെ ഈ നിയമങ്ങൾ വരുന്നതിന് മുമ്പ് അങ്ങോട്ട് കടന്നുപോയ കപ്പലുകളാണ്. അപ്പൊ അവർക്ക് ഇനി ഇങ്ങോട്ട് കടന്നു വരണം എന്നുണ്ടെങ്കിൽ ഭീമമായ ഒരു തുക സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ കെട്ടിവെക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് വല്ലാത്തൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. പ്രതിസന്ധിയെ പോലും മറികടക്കാൻ ഒരു രീതിയിലുള്ള സഹായം അമേരിക്കയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നില്ല. എന്നിട്ടാണ് അമേരിക്ക ഇറാനുമായിട്ട് ചർച്ച നടത്താൻ ഇസ്ലാമാബാദിൽ പോയിട്ട് കാത്തുകെട്ടി കിടക്കുന്നത്. ഇസ്ലാമാബാദിൽ പോയിട്ട് അതായത് അമേരിക്ക പോലത്തെ രാജ്യം പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുത്ത മൈലേജ് ചെറുതല്ല, ഒരു തീവ്രവാദ രാജ്യത്തിനെ ഒരു സമാധാനത്തിന്റെ പീസ് മേക്കറായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. അത് തന്നെ ലോകരാജ്യങ്ങളോട് അമേരിക്ക കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അതിനെ തുടർന്ന് JD വാൻസ് ഇപ്പൊ അവിടെ പോയി കാത്തു കിടക്കണം. പാകിസ്ഥാനിൽ ഹൈ സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ട് അവിടെ. അമേരിക്കക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അവർ ആശയപരമായിട്ട് ഫണ്ടമെന്റലി അമേരിക്കയ്ക്ക് എതിരാണ്. ഇതേ ഇറാൻ പറയുന്ന ഡെത്ത് ടു അമേരിക്ക തന്നെയാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും കേൾക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പൊ ഈ സാഹചര്യത്തിൽ JD വാൻസ് അവിടെ ഒരു നൈറ്റ് താമസിക്കേണ്ട സാഹചര്യം. ഇനിയിപ്പോൾ 3 ദിവസം അവിടെ താമസിച്ചാൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനമാവുള്ളൂ, ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതായത് ട്രംപ് പറഞ്ഞിട്ടുണ്ട്, നീ എത്ര ദിവസം വേണമെങ്കിലും അവിടെ പട്ടിയെ പോലെ കാത്തു കിടന്നിട്ട് ഇറാന്റെ കാല് പിടിച്ചിട്ട് വാന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ നേരിട്ട് കാര്യം പറയാണ് കേട്ടോ. അതെ, ഇതാണ് അവസ്ഥ. അപ്പൊ JD വാൻസ് അവിടെ നിന്ന് പറയാണ്, ഇറാൻ കളിക്കരുത്, ഞാനിവിടെ വന്നിട്ട് കുറെ മണിക്കൂറായി, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് വന്ന് ചർച്ച അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കനത്ത ആക്രമണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ അവിടെ പോയി നിന്നിട്ട് കുറയ്ക്കുന്നത്? വല്ല കാര്യമുണ്ടോ? എന്തിനു പോകുന്നത്? ഇറാനാണ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി ഇങ്ങനെ കാത്തുകെട്ടി കിടക്കേണ്ടി വരും. അപ്പൊ ഇതൊരു കണക്കിന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിൽ ഇപ്പം JD വാൻസ് ഇന്ന് വൈകുന്നേരം ഞാൻ എടുക്കുമ്പോഴത്തേക്കും, ഈ രാത്രി സമയത്ത് ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും JD വാൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. അതായത് നാളെ ആയിരിക്കും ഇനി ചർച്ച, വെള്ളിയാഴ്ച ഇറാൻ വരുന്നില്ല. ഇപ്പൊ പാകിസ്ഥാൻ കാല് പിടിക്കുകയാണ് ഇറാന്റെ അടുത്ത്, നിങ്ങൾ വന്നേ പറ്റൂ. കാരണം എന്താണ്? ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഹെസ്ബുള്ള വിഷയങ്ങളാണ് ഇറാൻ വലിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ അതിൽ ഇസ്രായേൽ ഒരു ഉറപ്പ് കൊടുക്കണം, ഹെസ്ബുള്ളയ്ക്ക് മേളിൽ ഞങ്ങൾ അറ്റാക്ക് നടത്തില്ല എന്നുള്ളൊരു ഉറപ്പ്. അത് ഇസ്രായേൽ ചത്താലും കൊടുക്കില്ല. അതാണ് ഇപ്പൊ നിലവിലെ അവസ്ഥ. കാരണം ഈ ട്രംപും ഷഹബാസ് ഷെരീഫും നടത്തിയ നാടകത്തിൽ ഇസ്രായേലിന് പങ്കില്ല. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. ഇത്രയും ഉറ്റ സുഹൃത്തായിട്ട് ഒപ്പത്തിനൊപ്പം നിന്ന് കൃത്യമായിട്ട് ആക്രമണങ്ങൾ നടത്തി അമേരിക്കയ്ക്ക് ഒരു ഡോമിനേഷൻ നേടിക്കൊടുത്തത് ഇസ്രായേലാണ്. ഈ ഓപ്പറേഷൻ റോയറിംഗ് ലയൻ ആയിക്കോട്ടെ, അതേപോലെ എപ്പിക് ഫ്യൂരി ആയിക്കോട്ടെ, ഇതിലേക്ക് ഇസ്രായേലിന്റെ പങ്ക് ചെറുതല്ല. അത്തരത്തിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആളുടെ അടുത്ത് പോലും ഒരു കൺസൾട്ട് ചെയ്യാതെ, ഞാനാണ് അമേരിക്കൻ പ്രസിഡന്റ്, ലോകത്തിന്റെ മൊത്ത പ്രസിഡന്റ് ഞാനാണ് എന്ന് കരുതിക്കൊണ്ട് ഒരു രാത്രി ഒരു സുപ്രഭാതത്തിൽ ഒരു കള്ളനെ വിളിച്ചുകൊണ്ട്, അവിടെ തന്നെ ഇമ്രാൻഖാനാണ് ആക്ച്വലി ജനങ്ങൾ തിരഞ്ഞെടുത്ത പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആവേണ്ട ആള്, അയാളെ പിടിച്ച് ജയിലിലിട്ടിട്ട് കുറെ ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾ കൊള്ള സങ്കേതങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് യുവമാർ ഇപ്പോൾ അവിടെ നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ലെജിറ്റിമസി ഇല്ലാത്ത ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഷഹബാസ് ഷെരീഫിനെ ഒരു കളിപ്പാവയായിട്ട്, ഇയാൾ തന്നെ ഇയാളുടെ ജ്യേഷ്ഠനായിട്ടുള്ള നവാബ് ഷെരീഫിന്റെ കളിപ്പാവയാണ് ഈ ഷഹബാസ് ഷെരീഫ്. ആ ഷഹബാസ് ഷെരീഫിനെ വെച്ചാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അസീം മുനീർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു കൊള്ള സംഘത്തിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് നടത്തിയ നാടകം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. I think this comes from a legitimate misunderstanding. I think the Iranians thought that the ceasefire included Lebanon, and it just didn't. We never made that promise. We never indicated that was going to be the case. ഇപ്പൊ യൂറോപ്പിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇപ്പം അണിനിരത്തി സ്റ്റേറ്റ് ഓഫ് ഹോർമസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ട്രംപ്. ഈ ഒരു ഗ്യാപ്പിൽ, ഇപ്പൊ ഈ വെടിനിർത്തിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കൊണ്ടുവരുന്നുണ്ട്. ട്രംപ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ ഇറാൻ റെപ്രസെന്റേറ്റീവ് കൃത്യമായിട്ട് വന്ന് പങ്കെടുക്കണം മീറ്റിംഗിൽ. ഇപ്പൊ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെയും ലെബനനെയും മാറ്റി നിർത്തുക, ഇറാൻ ആ വിഷയം ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരിക. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നെഗോസിയേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പേ കണ്ടീഷൻസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നെഗോസിയേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇറാൻ വളരെ ബ്രില്യൻ്റ് ആയിട്ട് അവരുടെ നെഗോസിയേഷൻ ഓൾറെഡി തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. ചർച്ചയ്ക്ക് വന്ന് ഇരിക്കുന്നതിന് മുമ്പേ അവർ നെഗോഷിയേറ്റ് ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ ശരിക്കും പാകിസ്ഥാന്റെ ഉള്ളിൽ ഡോൺ എന്ന് പറഞ്ഞ ആ ഒരു പത്രത്തിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ ഇറാന്റെ പ്രതിനിധികളായിട്ടുള്ള അബ്ബാസ് അരക്ചിയും മുഹമ്മദ് ഗാലിബാഫും പാകിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞു. അവര് ഈ ഇസ്രായേൽ ഹെസ്ബുള്ള വിഷയം കൊണ്ടാണ് അവർ ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്ത ഡൗണിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ അതേസമയം ഇറാന്റെ ഉള്ളിൽ, ഇറാന്റെ സ്റ്റേറ്റ് മീഡിയയിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇറാനിൽ നിന്നും ഡെലിഗേറ്റ്സ് ആരും തന്നെ ഈ പാകിസ്ഥാനിൽ നടക്കുന്ന അമേരിക്കയുമായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ പോയിട്ടില്ല എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഏതാണ് മുഖവിലേക്ക് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പത്രം വളരെ ജെന്യൂൻ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ JD വാൻസും ടീമും കാത്തുകെട്ടി കിടക്കുകയാണ്, ഇറാൻ വരുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പാകിസ്ഥാന്റെ ഷഹബാസ് ഷെരീഫ് നാണം കെട്ട് തലയിൽ തുണ്ടിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്താണ്? വിളിച്ചു കൂട്ടിയ സമാധാന ചർച്ച നടത്താൻ പറ്റുന്നില്ല, അമേരിക്കയുടെ മുന്നിൽ ഹ്യൂമിലിയേറ്റ് ആയി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വാർത്ത ടോപ്പ് ലെവലിൽ പബ്ലിഷ് ആയി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന നാണക്കേട് അതിൽ കൂടുതലുണ്ടാവും. ഇനിയിപ്പം ഇതെല്ലാം ലോകത്തോട് മറച്ചു വെച്ചിട്ട് രഹസ്യമായിട്ട് വല്ല ചർച്ച നടത്തുന്നു എന്നുള്ള ഇനി ഫേക്ക് ന്യൂസ് വല്ലതും പടച്ചു വിട്ടാലേ ഉള്ളൂ ഇനി രക്ഷ. അതാണ് ഇപ്പൊ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്കയുടെ ആയുധങ്ങൾ തുരുതര വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. അതായത് ചർച്ച ഏത് നിമിഷവും പരാജയപ്പെടാന്ന് പറഞ്ഞാൽ ചർച്ച പരാജയപ്പെടും. ചർച്ച പരാജയപ്പെടാനുള്ള മെയിൻ പോയിന്റ് സ്റ്റേറ്റ് ഓഫ് ഹോർമസ് ആണ്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പാകിസ്ഥാനുമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള കാരണം ഇത് തന്നെയാണ്. കാരണം അവരെ ഇൻക്ലൂഡ് ചെയ്യാണ്ട്, അവരുടെ കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാണ്ട് അമേരിക്കയ്ക്ക് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ഡീലാണ് പാകിസ്ഥാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എവിടെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങൾ പരാമർശിച്ചിട്ടില്ല. അമേരിക്ക കൊടുത്ത 15 പോയിന്റിൽ പോലും നടത്തരുത്, അലൈ കൺട്രീസിന്റെ മേലിൽ ആക്രമണം നടത്തരുത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിലുള്ള ചില കണ്ടീഷൻസ് അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ ആ ഒരു ഇന്റർനാഷണൽ കപ്പൽ ചാലിന്റെ അവകാശം എങ്ങനെയാണ് ഇറാന് മാത്രം സ്വന്തമാക്കാൻ കഴിയുന്നത്? അങ്ങനത്തെ ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്.
അപ്പൊ അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിയോജിപ്പുണ്ട്. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. ഈ വലിയ വിഷയത്തിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് കാര്യങ്ങൾ നോക്കി കാണേണ്ടതുണ്ട്. കാരണം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ, അതും പേർഷ്യൻ ഗൾഫ് ഏരിയയിൽ കിടക്കുന്ന മുഴുവൻ രാജ്യങ്ങളുടെയും കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണിത്. ഈ വിഷയത്തിൽ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് ഒരു ചർച്ചയിലൂടെ വേണം പരിഹാരം കാണാൻ. അതിനു പകരം എടുപിടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീസ് ഫയറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ച, അതിലൂടെ ഇത് അവസാനിക്കില്ല ഒരിക്കലും. അതാണ് മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് ഗാലിബാഫാണ് പറഞ്ഞിരിക്കുന്നത് ലെബനന്റെ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നുള്ളത് ഉറച്ച തീരുമാനമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഗാലിബാഫ് ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇത് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഹിസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ലെബനന്റെ ഉള്ളിൽ. ഇറാന്റെ ഉള്ളില് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇഞ്ചൂർഡ് ആയിട്ടിരുന്ന ഒരു സീനിയർ കമാൻഡർ, IRGCയുടെ സീനിയർ കമാൻഡർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ IRGCയുടെ സീനിയർ കമാൻഡർ ഒരാള് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയ വാക്യങ്ങൾ, അതായത് യഥാർത്ഥ വിജയികൾ, നമ്മൾ വിജയിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും നേടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റാണ് പുള്ളിക്കാരൻ എഴുതി വെച്ചിരിക്കുന്നത്. ആ എഴുതി വെച്ചിരിക്കുന്ന കുറിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഇയാള് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ ആഴ്ച എലിമിനേറ്റഡ് ആണ്. ഇറാന്റെ ഉള്ളിലുള്ള ജനങ്ങളിൽ രണ്ട് വിഭാഗക്കാരുണ്ട്. ഒരു വിഭാഗക്കാര് ചർച്ചയെ അനുകൂലിക്കുന്നുണ്ട്, മറ്റൊരു വിഭാഗക്കാര് ചർച്ചയെ എതിർക്കുന്നുണ്ട്. അബ്ബാസ് അറക്ചിയുടെ വീട്ടുമുറ്റത്ത് വരെ കല്ലേറ് ഉണ്ടായിട്ടുണ്ട്. കല്ലേറ് മീൻസ് നിങ്ങൾ എന്തിനാ ഈ ചർച്ചയ്ക്ക് പോകുന്നത്, അമേരിക്കയുമായിട്ട് ഡയറക്റ്റ് ചർച്ച പാടില്ലല്ലോ, IRGCയുടെ നിലപാട് അതല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ചർച്ചയ്ക്ക് സമ്മതം മൂടിയതിന് അബ്ബാസ് അറക്ചിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വാർത്ത. വീഡിയോ ഫുട്ടേജ് ഞാനിവിടെ വെക്കുന്നുണ്ട്. جلوی وزارتمون خارجه به قرآن دارن سکته میکنن، داد و بیداد. ای بر پدرتون لعنت، ای بر کسب و کارتون لعنت، ای بر وجودتون لعنت. خاک بر سرتون کنه، خاک بر سرتون کنه. അപ്പോൾ ഇത്തരത്തിൽ ഇറാന്റെ ഉള്ളിൽ രണ്ട് അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാന് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ദർ ആർ നോ ഡിസിഷൻ മേക്കേഴ്സ് ഇൻ ഇറാൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. മുജിതാബയൊക്കെ ഓൾമോസ്റ്റ് ഡെഡ് ബോഡിയാണ്. അയാളൊന്നും ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കെടുക്കുന്നില്ല. നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കുവൈറ്റിൽ ഇന്നലെ രാത്രി വരെ സീസ് ഫയർ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ യാൻബു പൈപ്പ് ലൈനിന് മേളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ ഒരു ദിവസം ഏതാണ്ട് 7 ലക്ഷം ബാരൽ പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തിന്റെ പ്രൊഡക്ഷൻ ഗണ്യമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമില്ല, ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസിലൂടെ സപ്ലൈ ചെയ്യാതെ റെഡ് സീയുടെ മാർഗത്തിലൂടെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യാൻബു പൈപ്പ് ലൈൻ ത്രൂ സപ്ലൈ നടത്തിക്കൊണ്ടിരുന്ന സൗദി അറേബ്യയുടെ സപ്ലൈ തടയാൻ വേണ്ടിയിട്ടുള്ള ആക്രമണം ഇറാൻ ഇന്നലെ നടത്തിയിട്ടുണ്ട്. ഒരു പൈപ്പ് ലൈൻ അവിടെ ഡാമേജ് ആയിട്ടുണ്ട്. ആ വാർത്തയും കൂടി വരുന്നു. അമേരിക്കൻ ഡെലിഗേറ്റ്സ് ഇപ്പം ഇസ്ലാമാബാദിൽ പോയി കാത്തുകെട്ടി കിടക്കുകയാണ്. അപ്പോഴത്തേക്കും ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രസ്താവന എന്താണെന്ന് പറഞ്ഞാൽ ഇറാന്റെ ബ്ലോക്ക്ഡ് അസറ്റുകൾ കംപ്ലീറ്റ് റിലീസ് ചെയ്യണം. ഇതിനു മുമ്പ് ചർച്ചയ്ക്ക് ഞങ്ങൾ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഇത് റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കണം. അതായത് അമേരിക്ക ഇറാന്റെ 10 പോയിന്റുകൾ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയുടെ 15 പോയിന്റുകൾ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചയ്ക്കാണ് വന്നിരിക്കുന്നത് എന്ന് ഗ്ലോബലി ഒരു ഇമേജ് സൃഷ്ടിച്ചുകൊണ്ടാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇറാൻ അവര് ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ 10 പോയിന്റുകൾ നിങ്ങൾ അംഗീകരിക്കണം, അതിലുള്ള തീരുമാനം എന്താണെന്ന് അറിയണം അവർക്ക്. അതിനു വേണ്ടിയിട്ടാണ് അവര് ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ അതിന് മുൻകൂട്ടി ഓരോ പോയിന്റുകളായിട്ട് എടുത്തെടുത്ത് ഇങ്ങനെ വെക്കുന്നത്. ആദ്യത്തെ പോയിന്റ് ഹെസ്ബുള്ളകൾക്ക് വേണ്ടിയിട്ട് അവര് മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. ഇപ്പൊ ഇത് അവരുടെ ഫ്രീസ്ഡ് അസറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിയോളൂ, ഇനിയിപ്പോൾ യുറേനിയത്തിന്റെ റിക്വസ്റ്റ് വരും. എല്ലാ റിക്വസ്റ്റും അവർ ചർച്ചയ്ക്ക് മുന്നേ തന്നെ തീരുമാനമാക്കിയിട്ട് ചർച്ചയ്ക്ക് വരാനാണ് ഒരു തീരുമാനം. എന്നാൽ പിന്നെ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. ഇറാന്റെ 10 പോയിന്റുകൾ അംഗീകരിച്ചിട്ട് അമേരിക്ക തന്നെ ഒരു ഡ്രാഫ്റ്റ് എഴുതി ഇവരുടെ വേലക്കാരനായിട്ടുള്ള ഷാബാസ് ഷെരീഫിന്റെ കയ്യിൽ ഒരു ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നാൽ പോരെ. അതല്ലേ ഇതിലും ഭേദം. ഇറാന്റെ ഉള്ളിൽ IRGC രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്. IRGCക്ക് ഈ ടോക്കിൽ താല്പര്യമില്ല. അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോമ്പൻസേഷൻ വരെ ചോദിച്ചു വാങ്ങിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ കോമ്പൻസേഷനൊക്കെ പുതിയ നടപടിക്രമങ്ങളാണ്. ഇതൊക്കെ ആര് കൊണ്ടുവന്ന നടപടികളാണെന്ന് പോലും നമുക്കറിയില്ല. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പൗരന്മാരെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, അവരെ മൊത്തത്തിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഉടനെ തന്നെ ഇപ്പൊ റിലീസ് ചെയ്യും. ഉടനെ ഇപ്പൊ റിലീസ് ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അപ്പൊ ചർച്ച നടക്കണം എന്നുണ്ടെങ്കിൽ ഇറാൻ കുറെ മാൻഡേറ്ററി കണ്ടീഷൻസ് മുന്നോട്ട് വെക്കുന്നുണ്ട് ചർച്ചയ്ക്ക് വന്ന് ടേബിളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഇതാണ് നിലവിലെ സാഹചര്യം. പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ട്രംപിന് ഇതിൽ കൂടുതൽ നാണക്കേടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നെതന്യാഹു ഇതൊക്കെ ചിരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ ഗെയിമൊക്കെ കളിച്ച് സമാധാനത്തിൽ വരട്ടെ, വന്നിട്ട് വീണ്ടും പറയും ലെറ്റ്സ് അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഇസ്രായേൽ തുടങ്ങും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്.
ഇറാനുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ എന്നുണ്ടെങ്കിൽ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയാണ്. ചർച്ച എന്ന് പറഞ്ഞിട്ട് ആഗോളതലത്തിൽ നോട്ടീസ് അടിച്ച ചർച്ചയാണ്, കല്യാണമാണ്, പാല് കാച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്ത് വരുത്തി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പെണ്ണും ചെറുക്കനും രണ്ടുപേരും വേണമല്ലോ. ഇപ്പോൾ ഒരാളെ അവിടെ എത്തിയിട്ടുള്ളൂ, മറ്റൊരാളെ എത്തിയിട്ടില്ല. ഇതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. നാണം കെട്ട് തലകുനിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം. നാളെ ഇറാൻ വന്നാൽ മാത്രമേ ഉള്ളൂ പാകിസ്ഥാന് ഒരു രക്ഷ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നാണക്കേട് ചരിത്രത്തിൽ ഒരു രാജ്യത്തിനും ഉണ്ടായിട്ടുണ്ടാവില്ല. എനിവേ, എങ്ങനെയാണ് സ്റ്റോറി ഡെവലപ്പ് ആകുന്നുള്ളത് നാളെ കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ഇതുവരെയുള്ള സാഹചര്യമാണ് നമ്മൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.